നമസ്കാരം. പ്രധാന വാർത്തകൾ. വൈക്കം ക്ഷേത്രത്തിലെ സ്വർണം നഷ്ടപ്പെട്ടു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് വഴിപാടിനങ്ങളിലായി ലഭിച്ച 255 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടതായി സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ റിപ്പോർട്ട്. 2020-21 കാലയളവിലെ തിരുവാഭരണ രജിസ്റ്റർ പരിശോധിച്ചപ്പോഴാണ് സ്വർണത്തിന്റെ ഈ കുറവ് ഓഡിറ്റ് വകുപ്പ് കണ്ടെത്തിയത്. സ്വർണം വെള്ളി ഉരുപ്പടികളെക്കുറിച്ച് രേഖപ്പെടുത്തുന്ന തിരുവാഭരണ രജിസ്റ്റർ പ്രകാരം 2020-21 കാലയളവിൽ 255 ഗ്രാം സ്വർണത്തിന്റെ കുറവുണ്ടെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ ദേവസ്വം ബോർഡിനായുള്ള വിഭാഗം ഓഡിറ്റ് പൂർത്തിയാക്കിയത്. സ്ട്രോങ് റൂമിൽ 199 സ്വർണ്ണ ഉരുപ്പടികൾ പരിശോധിച്ചപ്പോൾ 2992 ഗ്രാം മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാലിയേക്കര ടോൾ വിലക്ക് തുടരും. ഇന്ന് തന്നെ സ്ഥലം സന്ദർശിക്കാൻ കളക്ടറോട് നിർദ്ദേശിച്ച് ഹൈക്കോടതി. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ പാലിയേക്കര ടോൾ പിരിവ് വിലക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് തുടരും. ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിൽ വെള്ളിയാഴ്ച ഉത്തരവിറക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ദേശീയപാത അതോറിറ്റിയുടെ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ജില്ലാ കളക്ടറോട് നിലവിലെ റോഡിന്റെ അവസ്ഥയെക്കുറിച്ച് കോടതി വിവരം തേടി. 60 കിലോമീറ്റർ ടോൾ പിരിക്കുന്ന ദൂരത്തിൽ 3-4 ഇടങ്ങളിൽ മാത്രമാണ് പ്രശ്നം. നിലവിലെ റോഡിന്റെ അവസ്ഥയെക്കുറിച്ച് തൃശൂർ ജില്ലാ കളക്ടറോട് കോടതി വിവരം തേടി. ഡൈവിംഗ് ചാമ്പ്യൻ. +2 വിദ്യാർത്ഥി സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചു. സംസ്ഥാന ഡൈവിംഗ് ചാമ്പ്യനായ +2 വിദ്യാർത്ഥി സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചു. ബംഗളൂരു ക്ലാരൻസ് ഹൈസ്കൂളിലെ 12ാം ക്ലാസ് സയൻസ് വിദ്യാർത്ഥിയായ ആര്യൻ മോസസ് വ്യാസാണ് മരിച്ചത്. ഇന്നലെ രാവിലെ സ്കൂൾ അസംബ്ലി നടക്കുന്നതിനിടെയാണ് സ്കൂളിലെ 2ാം നിലയിൽ നിന്ന് വിദ്യാർത്ഥി വീണു മരിച്ചത്. അപകട മരണമാണെന്നാണ് സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് അയച്ച സന്ദേശത്തിൽ പറയുന്നത്. പരിക്കേറ്റ വിദ്യാർത്ഥിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദഗ്ധ ചികിത്സ ആവശ്യമായതിനാൽ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് സ്കൂൾ അധികൃതർ അറിയിച്ചത്. ചികിത്സയിലിരിക്കെയാണ് കുട്ടി മരിച്ചത്. കൊല്ലത്ത് വില കുറച്ച മീൻ വിറ്റതിന് കച്ചവടക്കാരന് മർദ്ദനം. കണ്ണിൽ പെപ്പർ സ്പ്രേ അടിച്ചു. കൊല്ലം ഭരണിക്കാവിൽ വില കുറച്ച മീൻ വിറ്റതിന് മർദ്ദനം. കണ്ണൻ എന്നയാൾക്കാണ് മർദ്ദനമേറ്റത്. മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച ശേഷമായിരുന്നു 2അംഗ സംഘത്തിന്റെ ആക്രമണം. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. മത്സ്യം എടുക്കുന്നതിനായി നീണ്ടകരയിലേക്ക് കണ്ണൻ പോകാനായി ഒരുങ്ങുന്നതിനിടെയാണ് വീടിന് സമീപം ഒളിച്ചിരുന്ന 2 പേർ ഇയാളെ മർദ്ദിച്ചത്. കമ്പി കൊണ്ട് ശരീരത്തിൽ അടിക്കുകയായിരുന്നു. തടഞ്ഞപ്പോഴേക്കും കുരുമുളക് സ്പ്രേ അടിക്കുകയും ചെയ്തുവെന്ന് കണ്ണൻ പറഞ്ഞു. കുന്നംകുളം മുൻ MLA ബാബു എം പാലിശ്ശേരി അന്തരിച്ചു. CPM നേതാവും മുൻ കുന്നംകുളം MLAയുമായ ബാബു എം പാലിശ്ശേരി നിര്യാതനായി. 67 വയസ്സായിരുന്നു. പാർക്കിൻസൺസ് രോഗത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് 2 ദിവസം മുമ്പാണ് കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സ തുടരുന്നതിനിടെയാണ് അന്ത്യം. 2006-2011 കാലഘട്ടങ്ങളിൽ കുന്നംകുളം MLA ആയിരുന്നു.